ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഖില മലങ്കര നർത്തമറിയം സമാജം സെൻട്രൽ എക്സാമിനേഷന് വേണ്ടി ഈ വർഷം നമുക്ക് സഭ ഒരുക്കി തന്നിരിക്കുന്ന പുസ്തകമാണ് യേശുവിലേക്ക് നോക്കി ഓട്ടം സ്ഥിരതയോടെ ഓടുക. എബ്രായ ലേഖനത്തിലെ 13 അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിൽ നമുക്ക് നൽകിയിട്ടുള്ളത്. വളരെ എളുപ്പത്തിലും അനായാസത്തിലും പഠിച്ചെടുക്കാവുന്ന ഭാഗമാണ് ഇത്. ഇതിനു പുറമെ നമുക്ക് പഠിക്കാൻ വേണ്ടി നൽകിയിട്ടുള്ളത് 10 മനപാഠവാക്യങ്ങൾ, സുതാര ഗീതം, കർത്താവെ കൃപ ചെയ്യണമേ എന്ന് തുടങ്ങുന്ന ഗീതവും, വിശുദ്ധ വേദപുസ്തകം വായിക്കുന്നതിന് മുമ്പും ശേഷവുമുള്ള പ്രാർത്ഥനയും അനുതാപത്തിന്റെ സങ്കീർത്തനവുമാണ്. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആമുഖത്തിലേക്ക് കടക്കാം. ആമുഖം എളുപ്പമാക്കുന്നതിന് വേണ്ടി ചോദ്യോത്തരങ്ങളായിട്ടാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം: പുതിയ നിയമത്തിലെ എത്രാമത്തെ പുസ്തകമാണ് എബ്രായ ലേഖനം? പുതിയ നിയമത്തിലെ 19ാമത്തെ പുസ്തകമാണ് എബ്രായ ലേഖനം. എബ്രായ ലേഖനത്തിൽ മുഴുവൻ 13 അധ്യായങ്ങളാണ് ഉള്ളത്. വേദപണ്ഡിതന്മാർ പൗലോസ്ലീഹായുടെ ലേഖനങ്ങളിൽ ഒന്നായിട്ട് ഈ ലേഖനത്തെ അംഗീകരിക്കുന്നില്ല. അതിന് കാരണം എന്ന് പറയുന്നത് പരിശുദ്ധ പൗലോസ്ലീഹായുടെ മറ്റ് ലേഖനങ്ങളിലെ ശൈലിയും ഭാഷയും അഭിവാദന രീതിയും ഒന്നും തന്നെ ഇതിൽ പ്രകടമല്ല. മറ്റ് ലേഖനങ്ങളിലെ പോലെ എഴുതിയ ആളിന്റെ പേര് തലക്കെട്ടിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഈ ലേഖനം ആര് എഴുതി എന്നാണ് വിശ്വസിക്കുന്നത്? അതിനുത്തരം പരിശുദ്ധ പൗലോസ്ലീഹ. പൗരസ്ത്യ സഭകൾ ഇതിനെ പൗലോസ്ലീഹയുടെ ലേഖനമായി അംഗീകരണവും പ്രചാരവും നൽകിയിട്ടുണ്ട്. നമ്മുടെ സഭയിലെ വായനാക്രമങ്ങളിൽ ഇതിനെ പൗലോസ്ലീഹയുടെ ലേഖനമായി ചിത്രീകരിച്ചിരിക്കുന്നു. ഈ ലേഖനത്തെ മറ്റു ലേഖനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണ്? ഒരു പ്രബന്ധാവതരണം പോലെ തുടങ്ങി 13 അധ്യായങ്ങൾ കൊണ്ട് ഈ ലേഖനം അവസാനിക്കുന്നു. അതുപോലെ തന്നെ അഗാധമായ ദൈവശാസ്ത്രം കൊണ്ട് സമ്പന്നമായിരിക്കുന്നു ഈ ലേഖനം. ക്രിസ്തുശാസ്ത്രപരമായ ചിന്തകൾ വളരെ ഉയർന്നു നിൽക്കുന്നു. അതാണ് ഈ ലേഖനത്തെ മറ്റു ലേഖനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കാര്യങ്ങൾ. എബ്രായ ലേഖനത്തിലെ പ്രധാന വിഷയങ്ങൾ എന്തെല്ലാമാണ്? അതിൽ പലയിടത്തായിട്ട് പ്രധാന വിഷയങ്ങൾ പറയുന്നുണ്ട്. ആദ്യം യേശു ക്രിസ്തുവിന്റെ ദൈവത്വവും മനുഷ്യത്വവും ഏകനിത്യ മഹാപൗരോഹിത്യവും, അതുപോലെ തന്നെ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക, പൂർണ്ണതയിലേക്ക് വളരുക. ഇതൊക്കെയാണ് ഇതിലെ പ്രധാന വിഷയങ്ങൾ. നിത്യ മഹാപുരോഹിതനായ മൽക്കീസദേക്കിന്റെ ഗണത്തിൽപ്പെട്ട യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ മേന്മ ഉറപ്പിക്കാൻ പുതിയ നിയമത്തിൽ മറ്റെങ്ങും കാണാത്ത എന്തെല്ലാം വിശേഷണങ്ങളാണ് ഇതിൽ നൽകിയിട്ടുള്ളത്? 1. അപ്പോസ്തലൻ, മഹാപുരോഹിതൻ, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ, വിശ്വാസത്തിന്റെ നായകൻ, പൂർത്തീകാരകൻ, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. ഇത് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ടും 6 പോയിന്റ് അല്ലെങ്കിൽ 3 പോയിന്റ് ചോദ്യമായിട്ട് നൽകിയിരിക്കുന്നത് നമ്മളുടെ കഴിഞ്ഞ വർഷങ്ങളിലെ ചോദ്യ പേപ്പറിന്റെ ഒരു മാതൃകയിലാണ്. അപ്പം ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് നിത്യമഹാപുരോഹിതനായ മൽക്കീസദേക്കിന്റെ ഗണത്തിൽപ്പെട്ട യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ മേന്മ ഉറപ്പിക്കാൻ പുതിയ നിയമത്തിൽ മറ്റെങ്ങും കാണാത്ത എന്തെല്ലാം വിശേഷണങ്ങളാണ് ഇതിൽ നൽകിയിട്ടുള്ളത്? ആ 6 പോയിന്റ് ആണ് അതിൽ വരുന്നത്. അടുത്ത ചോദ്യം: AD കാർത്തേജിൽ കൂടിയ സുനഹദോസിൽ ഈ ലേഖനത്തിന് കാനോനികമായ അംഗീകാരവും അധികാരവും നൽകിയിട്ടുണ്ട്. AD 397 കാർത്തേജിൽ കൂടിയ സുനഹദോസിൽ ഈ ലേഖനത്തിന് കാനോനികമായ അംഗീകാരവും അധികാരവും നൽകിയിട്ടുണ്ട്. ലേഖനം എഴുതപ്പെട്ടത് ഏത് ഭാഷയിലാണ്? ഗ്രീക്ക് ഭാഷയിലാണ്. ലേഖനം എഴുതപ്പെട്ടത് എന്നാണ്? ലേഖനത്തിലെ വിഷയ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ AD 70 എഴുതപ്പെട്ടു എന്ന് വ്യക്തമാണ്.
AD 70 യെരുശലേം നഗരത്തിന് സംഭവിച്ച നാശത്തെക്കുറിച്ച് ഇതിൽ പരാമർശമില്ലാത്തതിനാൽ അതിനു മുമ്പ് ആയിരിക്കാം എഴുതിയത് എന്ന് കരുതപ്പെടുന്നു. AD 70 ലേഖനം ആർക്കു വേണ്ടിയാണ് എഴുതപ്പെട്ടത്? ആർക്കു വേണ്ടി എഴുതപ്പെട്ടു എന്നുള്ളതിന് വ്യക്തതയില്ല. എബ്രായർക്കുള്ള എന്ന പദപ്രയോഗം 2-ാം നൂറ്റാണ്ടിന്റെ അവസാനം ചേർത്തതാണ് എന്നാണ് പൊതു പണ്ഡിത അഭിപ്രായം. യഹൂദ ക്രൈസ്തവരെ ഉദ്ദേശിച്ചാണ് ഇത് എഴുതിയെന്ന നിഗമനമാണ് ഈ കൂട്ടിച്ചേർക്കലിന് കാരണം. യഹൂദ ക്രൈസ്തവരെ ഉദ്ദേശിച്ചാണ് എഴുതിയെന്നുള്ള നിഗമനം. എന്നാൽ പലസ്തീനിലുള്ള യഹൂദ ക്രൈസ്തവരെ ഉദ്ദേശിച്ചല്ല എഴുതിയതെന്നും അഭിപ്രായമുണ്ട്. പഴയ നിയമത്തിലെ വാക്യങ്ങളും സൂചനകളും ഏകദേശം എത്ര ഇടങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്? 30 ഇടങ്ങളിൽ. ലേഖനം അവസാനിക്കുന്നത് വാഴ്വുകളോടുകൂടിയാണ്. ലേഖനം എഴുതിയതിന്റെ ഉദ്ദേശം എന്താണ്? എബ്രായ ലേഖനം എഴുതിയതിന്റെ ഉദ്ദേശം റോമാ സാമ്രാജ്യത്തിന്റെ പുറത്ത് ജീവിച്ചിരുന്ന യഹൂദ ക്രൈസ്തവർ പീഡയുടെ ഫലമായി ക്രൈസ്തവ സഭ ഉപേക്ഷിക്കുന്നു എന്ന ചിന്താഗതിയിൽ അവരെ സഭയിൽ ഉറപ്പിച്ചു നിർത്തുവാനുള്ള ആഗ്രഹത്തിലാണ് അവരെ ഉദ്ദേശിച്ച് ഈ ലേഖനം എഴുതിയത്. ഈ ലേഖനത്തിന്റെ അതുല്യത എടുത്തു കാണിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെ? അഹരോന്റെ പൗരോഹിത്യം, മൽക്കിസദേക്ക്, യോശുവയുടെ കനാൻ പ്രവേശം, സമാഗമന കൂടാരം, യാഗങ്ങൾ, പഴയ നിയമ വിശ്വാസ വീരന്മാർ. ലേഖനത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ? വിശുദ്ധ വേദപുസ്തകത്തിൽ മറ്റൊരിടത്തും രേഖപ്പെടുത്താത്ത സത്യങ്ങളും മർമ്മങ്ങളും ഇതിൽ കാണുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ സംബന്ധിച്ച കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും അത് മനുഷ്യ ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടതിനെ കുറിച്ചുള്ള രീതികളെ കുറിച്ച് പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട്. വിശ്വാസ പരിത്യാഗത്തിന്റെ ഭയാനകമായ അവസ്ഥയെ ലേഖനത്തിൽ ചിത്രീകരിക്കുന്നുണ്ട്. ഇതില് മറ്റൊരിടത്തും കാണപ്പെടാത്ത സത്യങ്ങളും മർമ്മങ്ങളും ഈ വേദഭാഗത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ലേഖനത്തിന്റെ പ്രത്യേകതകൾ ചോദിച്ചാൽ അതാണ് എഴുതേണ്ടത്. മികവേറിയ എന്ന പ്രയോഗം 13 പ്രാവശ്യം ഈ ലേഖനത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ലേഖനം അനുശാസിക്കുന്നത് എന്താണ്? യേശുക്രിസ്തു ദൈവമാകിയാൽ മനുഷ്യർ അദ്ദേഹത്തെ ആരാധിക്കുകയും അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നാണ് ഈ ലേഖനം അനുശാസിക്കുന്നത്. എന്തൊക്കെയാണ് ഈ ലേഖനത്തിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്ന വിഷയങ്ങൾ? അതിഥി സൽക്കാരം, മിതത്വം, വിവാഹ ജീവിതത്തിനും ബ്രഹ്മചര്യത്തിനുമുള്ള പവിത്രത, പരസ്പരമുള്ള പ്രാർത്ഥനയുടെ കൂട്ടായ്മ, വിശ്വാസം പഠിപ്പിച്ച നേതാക്കന്മാരെ അനുസ്മരിച്ച് അവരുടെ മാതൃക അനുകരിക്കേണ്ടതിന്റെ ആവശ്യകത, സമാധാനത്തിന്റെയും ശാന്തിയുടെയും പ്രാധാന്യം. ഇത്രയും വിഷയങ്ങളാണ് വാഴ്വിന് മുമ്പായി ഈ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. ആമുഖത്തിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. വരും ക്ലാസ്സുകളിലും ചോദ്യങ്ങൾ ഉത്തരങ്ങളായിട്ടായിരിക്കും നൽകുക. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥനയോട് കൂടി തന്നെ ഈ ഭാഗം വായിക്കാനും പഠിക്കാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.